ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡാണ്. വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിൽ മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വന്നപോലെ. അതുപോലെ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോട് ഒന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അന്നത്തെ ദിവസം അപ്പോൾ ഇതാ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നടാനുണ്ട്. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചൊക്കെ മോശമായിട്ടുണ്ട് കേട്ടോ. ഞാൻ പാർട്ടീഷനിൽ വെക്കുന്ന കുറച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലേ പുതിയ തൈകൾ വെച്ചാലേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെക്കാനുള്ള ചെടികളൊക്കെ എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. മാറ്റി മാറ്റി കൊടുക്കണ്ടേ, പോട്ട് മോശമാവുമല്ലോ പ്ലാന്റ്സ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേറെ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മണ്ണും മണലും വളമില്ല, കമ്പോസ്റ്റ്, നമ്മളെ കയ്യിലുള്ള കമ്പോസ്റ്റ്. ഇനി അതിന് പകരം നിങ്ങൾ വളം ചാണകപ്പൊടിയാണ്, ചാണകപ്പൊടി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു 2 ദിവസമായിട്ട് കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ നട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ് കൂടെ ഒന്ന് നട്ട് കൊടുത്തതാണ്. ഇത് ഞാൻ അഗ്ലോണിമ പ്ലാന്റ് ഇല്ലേ, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നട്ട് കൊടുത്തത്. അപ്പം എനിക്ക് കട്ട് ചെയ്തപ്പോൾ എനിക്ക് നടാൻ വേണ്ടി ടൈം കിട്ടിയില്ല. പിന്നെ ഒരാഴ്ച വെള്ളത്തിലിട്ട് കൊടുത്താൽ പിന്നെ പേടിക്കണ്ട കേട്ടോ, അതെന്തായാലും പിടിക്കും, ഉറപ്പാണ്, അത് പോവില്ല. പിന്നെ ചിലരൊക്കെ ചോദിക്കലുണ്ട് അഗ്ലോണിമ ഈ ഭയങ്കര റേറ്റ് കൊടുത്തൊക്കെ വാങ്ങിയിട്ട് നാശമായി പോകുന്നുണ്ടെന്ന്. അത് ഒന്നുമല്ല, അതിനധികം വെള്ളം വേണ്ട കേട്ടോ. മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അഗ്ലോണിമ പ്ലാന്റിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്ലാന്റ് നടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അത് റെഡിയായി വന്നിട്ട് വേണം പോട്ടിലേക്കൊക്കെ മാറ്റി കൊടുക്കാൻ കേട്ടോ. ക്ലീൻ ചെയ്ത് പോട്ടിലേക്കൊക്കെ മാറ്റി കൊടുക്കണം. വൈകുന്നേരം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ ആന്തൂറിയൊക്കെ നല്ല നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ ഇങ്ങനെ വെള്ളം വീണിട്ട് ഇങ്ങനെ നനവോട് കൂടിയിട്ടുള്ള പ്ലാന്റ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ആണെങ്കിലും അതെ, ആ മഞ്ഞിൽ നിൽക്കുന്ന പ്ലാന്റ്, വൈകുന്നേരം മഴ പെയ്തിട്ടുള്ള അതും കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് ആന്തൂറിയം പ്രത്യേകിച്ച് കേട്ടോ, ആ ഒരു വെള്ളത്തിൻ്റെ നനവ് എത്ര കൊടുക്കുന്നോ അത്രയും നന്നാകുന്ന പ്ലാന്റ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പം മഗ്‌രിബ് നമസ്കാരം ഇശാ നമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 8 മണിയായപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. 8 മണി കഴിഞ്ഞിട്ടുണ്ട്, ഒരു 8-8:10 ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വൈകിട്ടുണ്ട് കിച്ചണിലേക്ക് വരാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുക്കിംഗ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലത്തെ ഫുഡ് നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ എൻ്റെ ഒരു പണിയാണ് കേട്ടോ. ഞാൻ അധിക ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്, ഒരേ സമയത്തല്ലാതെ മാത്രം. ചിലപ്പം വൈകുന്നേരം ചെയ്യും അല്ലെങ്കിൽ രാത്രിയിൽ ചെയ്യും. ഇത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. എൻ്റെ പണികൾ പകലിലാണെങ്കിലും പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എഡിറ്റിങ്ങിനാണെങ്കിലും പകൽ കുറേ സമയം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന ദിവസം വീഡിയോ എടുക്കലായിരിക്കും, പിറ്റേത്തെ ദിവസം എനിക്ക് എഡിറ്റിംഗ് ആയിരിക്കും. അന്ന് എനിക്ക് വേറുള്ള പണികൾക്കൊന്നും എനിക്ക് ടൈം കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും കുക്കിങ്ങും രാവിലത്തെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ വീഡിയോയും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഞാനിങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് നാളത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ്, എന്താണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ വാങ്ങാനുള്ളതാണെങ്കിൽ വാങ്ങി വെക്കും. ഇപ്പോൾ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, തീർന്നിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് എന്താണോ നാളെ ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യലാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് റഫീക്ക ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വന്നപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പോകാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വേണ്ട, വേഗം രാത്രിയിലത്തെ ഫുഡാക്കാം, എന്നിട്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. കാര്യം പിന്നെ വൈകുന്നേരം വന്നിട്ട് കഴിക്കൂല. അങ്ങനെ വരാൻ സമയമുള്ളപ്പോൾ വരലുണ്ട്, അല്ലെങ്കിൽ
രാത്രി വൈകൂട്ടോ. അപ്പോൾ പിന്നെ കഴിക്കാനും ഒരു പേടിയാണ്, അങ്ങനെ കുറച്ച് കഴിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തന്നെ കൊടുത്താൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ഉപ്പുമാവാക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് പിന്നെ വരില്ല, അതാണ്. അപ്പോൾ ഇതാ ഞാൻ പാൻ വെച്ചു, കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മളെ റവ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപ്പുമാവില്ലേ റവ വെച്ചിട്ടില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിവിടെ റഫീഖ ഇങ്ങനെ സോഫ്റ്റായിട്ട് വേണം, ഇങ്ങനെ നമ്മളെ പഞ്ഞി പോലെ ഇല്ലേ, അപ്പം അങ്ങനെ വേണം കേട്ടോ. എന്നാലും റഫീഖയ്ക്ക് നല്ല ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ, ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് ഞാൻ റവ എടുക്കുമ്പോൾ 1 ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പഞ്ഞി പോലത്തെ ഉപ്മാവ് നമുക്ക് കിട്ടും, ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതല്ലാത്ത അങ്ങനത്തതാണ് കേട്ടോ നമുക്കിഷ്ടം. അപ്പോൾ ഇതാ നമ്മളെ ഉപ്മാവിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ റവ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്നും റെസിപ്പി ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയി എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിം, ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ മിക്സ് ആയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും. നിങ്ങളുടെ വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ഉപ്മാവ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും പുട്ടും ഉപ്മാവൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കറി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു, മീനുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക് നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുത്തതിൻ്റെ മീൻ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അത് ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായാലും കുഴപ്പമില്ല കേട്ടോ, അതെങ്കിലും വേണം, അങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ പുട്ടും പഴമാക്കാൻ എളുപ്പത്തിനെന്ന് വിചാരിക്കൂലേ, അപ്പോൾ അത് പറ്റില്ല കേട്ടോ, പുട്ടും കറി തന്നെ വേണം. അപ്പോൾ അത് എളുപ്പമായി മാറില്ലല്ലോ, കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പണി തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫിഷ് ഫ്രൈ അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ മീനും കൂടെ റെഡിയായി വന്നാൽ നമ്മൾ ഫുഡ് റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഈ ഒരു രീതിയിലുള്ള ഉപ്മാവ് ഞാൻ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ, അതുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് കാണിച്ച് ഞാൻ മുന്നേ എപ്പോഴും റെസിപ്പി ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നിങ്ങൾ ആവശ്യമുള്ളവർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. ഇത് നമ്മളെ ഫിഷ് ഫ്രൈയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റഫീഖാക്ക് കൊടുത്തു. ഇനിയിപ്പോൾ അതാ ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു, അതുകൊണ്ട് വേഗം കഴിക്കുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ മഗ്‌രിബിന് നിസ്കാരത്തിന് കയറുന്നതിന് മുമ്പ് ഒരു 6-6:45 ആകുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കൂട്ടോ എന്തായാലും. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കഴിക്കുന്ന വാവിനെ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വിശക്കും എന്ന് പറയും. അപ്പോൾ നമ്മളുണ്ടാവുന്നതാ ഈ ഒരു സമയത്ത് തന്നെ കഴിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇന്ന് നേരത്തെ ഇങ്ങനെ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ റഫീഖ ആ ഒരു വരുന്ന സമയത്ത് തന്നെയാണ് കഴിക്കുക. ഞാൻ മഗ്‌രിബിൻ്റെ മുമ്പും കഴിക്കും, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് ബാങ്ക് കൊടുക്കുന്ന അരമണിക്കൂർ മുമ്പ് ഒന്ന് കിച്ചണിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ആക്കിയെടുക്കുകയാണ് ചെയ്യുക. ചപ്പാത്തി, ഉച്ചക്കത്തെ എന്തെങ്കിലും കറി, അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും കറിയൊക്കെ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ഉപ്പേരിക്കോ കറിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ, ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കും. അതുപോലെ തന്നെ തേങ്ങ ചിരകി വെക്കുക, വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകലുമുണ്ട് പിറ്റത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഗുണം അറിയുന്നതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ ഒരു മടിയും വരലില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഞാനിപ്പോൾ കുറച്ച് ബീൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണം നാളത്തെ ഫുഡ് തീരുമാനിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ റഫീഖ കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ചില ദിവസം അങ്ങനെ ആയി പോകലുണ്ട് കേട്ടോ. കയ്യിലില്ലെങ്കിൽ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ, കൊണ്ടുവന്നിട്ട് വേണ്ട. ഇപ്പോൾ കയ്യിലുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. മാക്സിമം അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ, നേരത്തെ കണ്ടെത്തലുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ബീൻസ് ഉപ്പേരിക്ക് എടുത്തു. പിന്നെ ക്യാരറ്റ് ഞാൻ ഇഡ്ഡലിക്ക് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഇഡ്ഡലിയാണെന്ന് ഉറപ്പാണല്ലോ, ഇഡ്ഡലി ഒരു ദോശ ഇതിലേതെങ്കിലും ഒന്നാണ്. അപ്പോൾ അതിലേക്ക് കറിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ദിവസം കൂടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കണം, എന്നാലാണ് ഒരു 3-4 മണിക്കൂർ എനിക്ക് ഇതിനായിട്ട് പോകും, എഡിറ്റിങ്ങും കാര്യത്തിനായിട്ട് പോകും. പിന്നെ നമ്മളെ ജസ്റ്റ് ക്ലീനിങ് ഉണ്ടാവും, എന്തായാലും ഒരു വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. രാവിലത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് എളുപ്പമാകാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ തലേ ദിവസം ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴിയുന്നതിന് ശേഷം കുറച്ച് 1-2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് നഖമൊക്കെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇഡ്ഡലിക്ക് അരി ഇട്ടിട്ടുണ്ടെന്ന്, അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ആണ് കേട്ടോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കഴുകാനൊന്നുമില്ല, അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ. എപ്പോഴൊന്നും നമ്മളിങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ കയ്യിൽ വളരെ കുറവായിരിക്കും. നമുക്ക്
ഇങ്ങനെ റഫീഖൊക്കെ ആണെങ്കിൽ ഈ ഇഡ്ഡലി, ദോശ, വെള്ളപ്പം അതിനോട് അത്ര താല്പര്യമല്ല, വല്ലപ്പോഴും ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വല്ലപ്പോഴും അത് ഉണ്ടാക്കലുള്ളൂ. ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ കുറേ ഒന്നും അരച്ച് വെക്കലും ഇല്ല കേട്ടോ. ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതേ അരച്ച് വെക്കലുള്ളൂ. അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നാളത്തെ കാര്യം ഈസിയാവും. പിന്നെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, പുട്ട്, പത്തിരി, അങ്ങനത്തെ രാവിലെ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയായിരിക്കും. അപ്പോൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. തലേദിവസം ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഒരുക്കാനുണ്ടെങ്കിൽ അതൊരുക്കി വെക്കും. അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. എന്നൊന്നും ആട്ടുന്ന പരിപാടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഓരോരുത്തരും എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. ആട്ടി വെക്കുന്നതാണെങ്കിൽ രാത്രി തന്നെ ആട്ടി വെക്കുക. അല്ലാത്തതാണെങ്കിൽ നമുക്ക് രാവിലെ ശരിക്കും ജോലിക്ക് പോകുന്നവരും അങ്ങനെ കുറച്ച് തിരക്കായിട്ടുള്ളവരെ കാണുമെങ്കിൽ അധികവും മാവ് ആട്ടി വെക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്ക് രാത്രി കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിൽ രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാമല്ലോ. രാവിലെ ഭയങ്കര തിരക്കായിരിക്കും, മിക്ക വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. പിന്നെ മടിയും, മെയിൻലി മടിയാണ് കേട്ടോ. മടിയും കൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അരച്ച് വെക്കാൻ മടി, വെച്ചാൽ നല്ല ഇഷ്ടമായിരിക്കും രാവിലെ എണീറ്റ് വരുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അരി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഉഴുന്നും കുറച്ച് ചോറും, 2-3 ടേബിൾ സ്പൂൺ ചോറും, അതിലേക്ക് 1 ടീസ്പൂൺ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർക്കും കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് അരിയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ആ ഉഴുന്നിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുന്നതും ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതും കാര്യം, മസാല ദോശ, ഇതൊക്കെ ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഇതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ, കൗണ്ടർ ടോപ്പിൽ. ഇപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് എവിടെ വെച്ചാലും പൊങ്ങിക്കോളും. ഞാൻ തണുപ്പുള്ള സമയത്തൊക്കെ കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വെക്കലുണ്ട് കേട്ടോ. റൈസ് കുക്കറിൻ്റെ ഉള്ളിലിറക്കി വെക്കലുണ്ട്, കബോർഡിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ വെക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കഴുകിയാൽ മതി. പക്ഷേ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതല്ലേ, അപ്പോൾ ഒരു എന്താ പറയുക, നന്നായിട്ട് കഴുകിയിട്ടൊക്കെ എടുക്കണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ കഴുകി വെക്കലൊന്നുമില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്താണ്, ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. കുറച്ച് സമയം നേരത്തെ എടുത്ത് വെച്ചിട്ട് കഴുകിയിട്ട് എടുക്കുക ചെയ്യാം. അപ്പോൾ ഇനി ബീൻസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, ക്യാരറ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട്, എന്തിനാണോ ഉള്ളത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പണി ഭയങ്കര എളുപ്പമാക്കുന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ കാര്യങ്ങൾ നല്ല റിലാക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. മീൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഒരു ഉദാഹരണം, മീൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ രാവിലെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നടത്തമൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ നടത്തം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തുക 6:30 മണിക്കാണ്. അതിനേക്കാൾ നേരത്തെ വേണമെങ്കിൽ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. പക്ഷേ നടക്കാനും കൂടെ പോകേണ്ടത് കൊണ്ടാണ് ഞാനിതൊക്കെ ഒരുക്കി വെക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാര്യം നമ്മൾ അത് കഴിഞ്ഞിട്ട് വരിക 6:30 മണിക്കാണ്. അതിനുശേഷം എന്നും അല്ലെങ്കിലും മീൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ 2 കൂടെ പോകും. കാര്യം നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ. അപ്പോൾ നമ്മളെ മക്കളെ കൂടെയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ കൂടെയാണെങ്കിലും ആ ഒരു ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അത് നമ്മൾ മിസ്സാക്കരുത്. ഇപ്പോൾ നമുക്കിഷ്ടമുള്ള, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ, ഇപ്പം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണത്. അല്ലെങ്കിൽ പ്ലാന്റ് കാര്യങ്ങൾ, മുറ്റത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെടി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യും കുറച്ച് സമയം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഈ ഹറിബറിയായിട്ട് നമ്മൾ പണിയെടുക്കാതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പണിയെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ തലേദിവസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയും കൂടെ വെക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അടുത്ത ദിവസം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ക്ലീനിങ് ഉണ്ടാവും, കുക്കിംഗ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, റഫീഖാനെ വിടേണ്ടതായിട്ടുണ്ടാവും. ആണുങ്ങളുണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് പണി ഉണ്ടാവും അല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകാനൊന്നും പറ്റില്ല. ഓരോരോ കാര്യങ്ങൾ അവരോട് എന്തിനെങ്കിലുമൊക്കെ പോയാൽ അങ്ങനെ സംസാരിച്ച് നിൽക്കും, പിന്നെ അവർ സംസാരിച്ച് നിൽക്കും, അപ്പോഴൊക്കെ നമ്മളെ പണി പെൻഡിങ് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ എനിക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ
കുക്കിങ് കാര്യങ്ങളൊക്കെ വേഗം അങ്ങ് തീർത്തിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ അങ്ങനെയുള്ള ദിവസം ലഞ്ചും കൂടെ അങ്ങ് ആക്കി വെക്കും കേട്ടോ. ആക്കി വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒരു ക്ലീനിങ് ആണ് ഉണ്ടാവുക. കിച്ചണാണെങ്കിലും അതുപോലെ തന്നെ അകമാണെങ്കിലും എന്താണോ അന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വേഗം അങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് ചെയ്യും. എന്നിട്ട് ഞാൻ എഡിറ്റിങ്ങിന് പോവുകയാണ് അധികവും ചെയ്യുക. വല്ലപ്പോഴുമാണ് അതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരിക. കാര്യം എന്തെങ്കിലുമൊക്കെ തിരക്കായി, ചിലപ്പോൾ നമ്മളത് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും വന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്ക് പുറത്തു പോകാൻ പെട്ടെന്നുള്ള കാരണം കൊണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ ലൈഫല്ല, നമുക്ക് എന്തും സംഭവിക്കാം. അപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അത് വേറെ ഉണ്ടാകും. എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു രീതിയിലൂടെ തന്നെ നമ്മളെ ലൈഫ് പോയിക്കൊള്ളണം എന്നൊന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങളൊക്കെ ചില ദിവസങ്ങളിലൊക്കെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ദിവസം അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന ദിവസം പിന്നെ ഞാൻ വേഗം എഡിറ്റിങ് ചെയ്യും. എന്നിട്ട് എഡിറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് വേഗം കുക്കിംഗ് ചെയ്യേണ്ടി വരും. അത്രയും സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. വലിയൊരു കുക്കിങ്ങും ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ വരാം. ഇതിപ്പോൾ കണ്ടോ, നമ്മളെ സാമ്പാറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു, ഉപ്പേരിക്കുള്ളത് ചെയ്തു വെച്ചു. ഉപ്പേരിക്ക് പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടു. അതുപോലെ തന്നെ സാമ്പാറിലേക്ക് ഉള്ളി, തക്കാളി, കുറേ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ക്യാരറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ് നാളെ നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് തന്നെ നമ്മൾ ചോറിലേക്കും അങ്ങനെ ആ ഒരു കണക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് നാളെ രാവിലെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുക്കിങ്ങിന് ഇതിപ്പോൾ രണ്ടും റെഡിയാക്കി വെച്ചതുകൊണ്ട് എനിക്ക് അരമണിക്കൂർ പോലും വേണ്ട. കുറച്ച് സ്പീഡായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അത്രയും സമയം വേണ്ട. വേഗം ജസ്റ്റ് ഇട്ട് കുക്കാക്കി എടുക്കേണ്ട കാര്യമേ നമുക്ക് വരുന്നുള്ളൂ. മീനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഒരു രീതിയിലൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകലുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല, ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് അത് നിങ്ങൾ ടൈം നോക്കണ്ട, രാത്രി അങ്ങനെ ഒന്നും എടുക്കണ്ട. നിങ്ങൾ ഫ്രീ ആയിട്ട് അവർ ഉറങ്ങുന്ന ഒരു ടൈം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം, നിങ്ങൾക്ക് തോന്നുന്ന ഒരു ടൈം, അതുകൊണ്ട് 10 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവട്ടെ. അത് എന്താ പറയുക, പിന്നീട് ഈ കുട്ടികളൊക്കെ പിടിക്കാനൊന്നും ആരുമില്ല അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോവാം. അത് നിങ്ങളെ ഇതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു വെക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ അഡ്ജസ്റ്റബിൾ ആകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുക. ഇന്നത് കഴിക്കണം എന്നുള്ളതല്ല, നമുക്ക് വിശപ്പ് മാറ്റാണ് എന്തെങ്കിലും കിട്ടണം എന്നായിരിക്കും അങ്ങനെയുള്ളവരുടെ ചിന്ത. കാരണം ഈ കുട്ടികൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാനും ഉള്ള ഒരു സമയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങാം, അങ്ങനത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മളെ മുന്നിലെത്താനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇതൊന്നും നമുക്ക് എന്നും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യാമെന്നല്ലാതെ ഇതൊന്നും എന്നും നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ആക്കാനൊന്നും പറ്റില്ല അല്ലേ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫും നമുക്ക് വേണം, ഫുഡും എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമ്മൾ ഏത് ഘട്ടത്തിലാണെങ്കിലും നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പേരിക്കും കറിക്കൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ ഫ്രിഡ്ജിൽ ഉണ്ട് കേട്ടോ. അതപ്പോൾ വേണമെങ്കിൽ ഫ്രൈ ചെയ്യേ, വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കില്ല, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇനി അപ്പം ഉണ്ടാക്കിയ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കഴുകുക. അവിടെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ മോശമായിട്ടില്ല, പക്ഷെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇതിങ്ങനെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് രാവിലെ അത് അതിലേറെ ഭാരമായിട്ട് മാറും. അങ്ങനെ ചെയ്യരുത്. അത് അപ്പം ചെയ്യുന്നത് അപ്പം തന്നെ ക്ലീൻ ആക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കിച്ചണും കൂടെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് പോകാൻ. രാവിലെ എണീക്കുമ്പോൾ കിച്ചൺ നല്ല ക്ലീനായിട്ട് ഇരിക്കണം, എന്നാലാണ് നമുക്ക് അത് വേറൊരു മൂഡാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ട് നല്ല സ്പീഡിൽ നമ്മൾ കിച്ചണിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു കിച്ചൺ കാണുമ്പോൾ തന്നെ കേട്ടോ. എനിക്കങ്ങനെയാണേ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ കുക്കിംഗ് ഈസി അല്ലാത്തവർക്ക്, ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതിലൂടെ ഇല്ലേ അവർക്ക് കുക്കിങ്ങിനോട് പതുക്കെ ഒരു ഇഷ്ടം വരാനും കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്തായാലും മാറും, കുറച്ചുകൂടി ഈസി ആവാനും കൂടെ ഇതൊരു വഴി തന്നെയാണ് കേട്ടോ. നമുക്കൊരു ഇഷ്ടം വരും കുക്കിങ്ങിനോട്, അല്ലെങ്കിൽ നമ്മളെ പണികളോട് നമുക്കൊരു ഇഷ്ടം വരും. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വലിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടവുമില്ല,
അങ്ങനെയും കൂടെ ആകുന്ന സമയത്ത് നമുക്കൊരു ഒരു തരം എന്താ പറയുക സങ്കടമോ ദേഷ്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കിച്ചണിലെ പണികളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല നമ്മളെ കിച്ചണൊക്കെ ഒരുപാട് മെസ്സാവാതെ നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പോൾ രാവിലെ എല്ലാം കൂടെ വിളിച്ചിട്ട് ചെയ്യുന്നതും, കാരണം തിരക്കിട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം എല്ലാം വലിച്ചിട്ടിട്ട് അതിനോട് കൂടെ നമുക്ക് കഴുകി എടുത്ത് വെക്കാനും നേരം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കലില്ലേ എങ്ങനെയാണ് ക്ലീൻ ചെയ്യലും കുക്കിംഗ് കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നതെന്ന് പറയലില്ലേ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ ആ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് തിരക്കിട്ടിട്ടൊരു കുക്കിങ്ങിൻ്റെ ആവശ്യം രാവിലെ വരില്ല. ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കാനും ഒരു ടൈം കിട്ടും, നമുക്ക് തോന്നുകയും ചെയ്യും. ഒരുപാടങ്ങ് മോശമാവുന്നത് നമുക്ക് ക്ലീനാക്കി പോകാനുള്ളൊക്കെ ഒരു ടൈം നമുക്ക് അതിലൂടെ കിട്ടും. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നിനും ടൈം കിട്ടാതെ സിങ്ക് നിറച്ച് പാത്രങ്ങളും എടുത്ത സാധനങ്ങളും എന്താ പറയുക നമ്മൾ ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം എടുക്കുമ്പോൾ അതൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ നിരന്ന് അവസാനം കുക്കിംഗ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ട് നോക്കുമ്പോൾ കിച്ചൺ ഫുള്ള് ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം ഇതൊന്നിച്ച് ക്ലീൻ ആക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നീട് വരിക. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് മൈൻഡിലെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ രാവിലെ ഇതാണ് ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഉണ്ടാക്കുന്നത്, ഇതെൻ്റെ കയ്യിലുണ്ട് എന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ തന്നെ അല്ലേ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ മാത്രമല്ല ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഭർത്താക്കന്മാരോട് അപ്പം പിടിച്ച സാധനങ്ങൾക്ക് പറയാതെ, ഇപ്പം നമ്മൾക്ക് എത്ര കൊണ്ടു തന്നാലും എനിക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണിത്. എന്തെങ്കിലും മെയിനായിട്ടുള്ള ഒന്നും ഞാൻ മറന്നിട്ടുണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും കേട്ടോ. അതില്ലാതെ കാര്യം അവർ കൊണ്ടുത്തന്നതാണല്ലോ. പിന്നെയും ചോദിച്ചിട്ടുണ്ടാവും എന്താ വേണ്ട ഒന്നും വേണ്ടല്ലോ എന്ന്. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആയിരിക്കും മെയിനായിട്ട് വേണ്ട ഒരു കാര്യം മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാര്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തായാലും തലേ ദിവസം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ അതൊരു വലിയ ഗുണമാണ് കേട്ടോ. ഭർത്താക്കന്മാർക്ക് നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉപ്മാവും കാര്യങ്ങളൊക്കെ ആക്കി നമ്മളെ ഫുഡ് കഴിക്കലും അങ്ങനത്തെ ഫുഡ് കഴിക്കലും നേരത്തെ കഴിയും. പക്ഷേ അതിൻ്റെയും കൂടെ പണി രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർന്ന് വരും ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അത് റഫീഖ നേരത്തെ പോകാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം കിച്ചൺ നല്ലോണം ഒന്ന് തുടച്ച് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. സിങ്കും കാര്യങ്ങളൊക്കെ കഴുകി അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ എപ്പോഴാണോ പാത്രം കഴുകിയത് അതവിടെ ഇരിക്കട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് കഴുകുക എന്ന് വിചാരിക്കരുത്. പാത്രം കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സിങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമ്മളെ കിച്ചണിലൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ കൂറ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ അവിടെ കാര്യങ്ങൾ പിന്നീട് ചെയ്യുക, ഒരുമിച്ച് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഇടുന്നത് കൊണ്ടാണ് കുറേ അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് അപ്പം മോശമാകുന്നത് അപ്പം ക്ലീൻ ചെയ്തിട്ട് കൊടുത്താൽ തന്നെ നമ്മളെ വീട്, നമ്മളെ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. പിറ്റേ ദിവസം സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മൾ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് നടക്കാനൊക്കെ പോയി ഒരു 5:30 ആകുമ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോകും. 6:30 ആകുമ്പോൾ ഏകദേശം 6:30 ആകുമ്പോൾ തിരിച്ചെത്തും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെയുള്ള സമയം എനിക്ക് കിട്ടുന്നത് ഞാൻ രാത്രിയിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ. കാര്യം റഫീഖാക്ക് വേഗം പോകണം, പിന്നെ എൻ്റേതായിട്ടുള്ള വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് അതിനനുസരിച്ച് സമയവും നമുക്ക് പോകും. വീഡിയോ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നതും നേരത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നതും. വീട്ടിൽ ഒരാളാണോ രണ്ടാളാണോ എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നേരത്തെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കൂടെ ഈസി ആയിട്ട് തോന്നലുണ്ട് കേട്ടോ. കിച്ചൺ പണികൾ കുറേ കൂടി ഈസി ആയിട്ടും കുറേ കൂടെ ഭാരമല്ലാതെ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് തോന്നലുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലീൻ്റെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള അരി ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. ഇപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ അതങ്ങ് ചെയ്യാട്ടോ ചെയ്യുന്നത്. കാര്യം അരിയിടാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ അതങ്ങ് റെഡി ആവട്ടെ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒരുക്കുമ്പോഴത്തേക്കും അത് വിസിലടിച്ച് റെഡി ആവുമല്ലോ. അപ്പം അടുപ്പ് അവിടെ ഒഴിവായി കിട്ടും. അതിനുശേഷം ഞാൻ റഫീഖക്ക് ഒരു കാപ്പിയൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളെ ചോറ് അവിടെ വിസിലടിച്ച് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഈസി പീസി സാമ്പാർ നോക്കാം. അപ്പോൾ ഇതാ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ പിന്നെ സാമ്പാർ പൊടി ഒരു 3 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഇല്ലാത്ത സാമ്പാറും ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രാഹ്മിൻ സാമ്പാർ, അങ്ങനെ കുറേ അധികം സാമ്പാർ വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സാമ്പാർ പൊടി ചേർത്തിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ. അത്രയുള്ളൂ. ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പരിപ്പ് കഴുകിയതും കൂടെ ഇട്ട് കൊടുത്തു. ആ മസാല നിങ്ങൾ ചൂടാക്കുമ്പോൾ കരിഞ്ഞു പോകരുത് കേട്ടോ. വേണമെങ്കിൽ മസാല ഇട്ടതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തോ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറ്റം വരുവേ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, സവാള എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉള്ളിയും തക്കാളിയും മാത്രം വെച്ചിട്ടും സാമ്പാർ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല സാമ്പാറിന്. ഇനിയിപ്പോൾ കായത്തിൻ്റെ 2 കഷ്ണം ചേർത്ത് കൊടുത്തു. കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം, ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുത്തു. ബാക്കി ഞാൻ സാധാ പച്ചവെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത് വെന്ത് വരുമ്പോൾ ടൈറ്റായിട്ട് വരില്ലേ. അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ വേവാനും കൂടെയുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ. വെജിറ്റബിൾസിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ ഞാൻ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കും പരിപ്പും കഷ്ണങ്ങളും ഒക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേവിക്കാം. ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. ഇനി നമ്മൾ ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ബീൻസ്, അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ കഷ്ണങ്ങളൊക്കെ, അതായത് ഉപ്പേരിക്ക് അരിഞ്ഞിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങ ഞാൻ ചിലപ്പം ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പച്ചമുളക് കൂടെ നമ്മൾ ഇന്നലെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് മൊത്തത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളെ സാമ്പാർ ഇവിടെ സെറ്റാണ്. അതൊന്ന് വിസിലടിച്ച് വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ വിസിലടിച്ച് വന്നാൽ സാമ്പാർ റെഡി. ഇനി അതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. പിന്നെ ഇതാ നമ്മളെ ഇഡ്ഡലി മാവ് കണ്ടില്ലേ, നല്ല പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ്. ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണല്ലോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ കുറേ നമുക്ക് ആവശ്യമില്ല. ഒരു ട്രിപ്പ് ഇഡ്ഡലീൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്മാവ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മിക്സായിട്ട് വരുമ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാലില്ലേ രാവിലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. കിച്ചണിലേക്ക് കയറാനും അതുപോലെ തന്നെ പാചകങ്ങളൊക്കെ തുടങ്ങാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല പാചകം തുടങ്ങാൻ തന്നെ കേട്ടോ. പിന്നെ എനിക്ക് കിച്ചൺ ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാൻ. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ടേ. ഈ ഒരു കുക്കർ എത്ര ലിറ്ററാണ് എവിടെ നിന്നാണെന്ന് എല്ലാവരും ചോദിക്കലുണ്ട്. അത് 3 ലിറ്ററാണ് കേട്ടോ. കുറച്ചിങ്ങനെ വൈഡായിട്ടാണ് വരുന്നത്, കുറച്ച് പരന്നിട്ട് നല്ലതാണ്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. 3 ലിറ്ററാണ് അത് അളവ് വരുന്നത്. അപ്പോൾ അത്രേ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു 2-3 ചപ്പാത്തി ഉണ്ട്, കുറച്ച് ഉപ്പുമാവും കൂടെ ഉണ്ട്. അപ്പോൾ അത് തീർത്തിട്ട് നമ്മൾ ഇതെടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ റഫീഖയ്ക്ക് വേണ്ടിയിട്ടാണ് ഇഡ്ഡലി കാര്യമായിട്ട് ഉണ്ടാക്കിയത്. ബാക്കി ബാറ്റർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ മീൻ വെക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു 2-3 കഷ്ണം മീനും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി,
തക്കാളി അതെല്ലാം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞരടി കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ചു, മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാട്ടെ ചെയ്യുന്നത്. കറി സാമ്പാറുണ്ട്, അപ്പോൾ ഒരു മീൻ കറി എന്നുള്ളതിൽ വേണ്ട, ഇതുപോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുത്തു കൂടാ. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ മീൻ വറ്റിച്ചത് റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ട ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചോറ് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയും ചുട്ട് കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് കുക്കിംഗ് കഴിഞ്ഞ് നിങ്ങൾ നോക്കി. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം റെഡിയാക്കി ഒന്ന് കരുതി വെച്ചത് കൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം കട്ട് ചെയ്യണം, റെഡിയാക്കണം, കിച്ചൺ ഫുൾ ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും, നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും എല്ലാം വരും, നമ്മളെ സമയം അവിടെ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുക്കി വെച്ചിട്ട് ചെയ്യുന്നതും ഒരുക്കി വെക്കാതെ നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. ഉപ്പേരിക്കോ കറിക്കെങ്കിലും ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ തേങ്ങ ചിരവ്, ഞാനിപ്പോൾ തേങ്ങ ചിരകാത്തത് ഇന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. തേങ്ങ ചിരവിത് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലുണ്ട്, ഇല്ലാത്ത ദിവസം രാത്രി ചിരകി വെക്കലും ഉണ്ട് കേട്ടോ. ഇന്നത്തെ കുക്കിങ്ങിന് എനിക്ക് തേങ്ങ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസും. ഇഞ്ചി വെളുത്തുള്ളി ഫ്രിഡ്ജിൽ നന്നാക്കിയിട്ട് ചെറിയൊരു ബോക്സിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നാളത്തേക്കുള്ള കുക്കിങ്ങിനുള്ളതെങ്കിലും ഒരു അത്രയും അളവിലെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. രാത്രി ഒന്ന് നമ്മൾ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചില്ലേ, ആ ഒരു സമയത്ത് ക്ലീൻ ചെയ്ത് വെച്ചാലും മതി. ഒരുപാട് കുറേ അധികം നന്നാക്കാൻ നേരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. ഇനി അല്ലെങ്കിൽ തലേ ദിവസം പിറ്റേ ദിവസത്തേക്കുള്ളതെങ്കിലും തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചാൽ ആ ഒരു കുക്കിങ്ങിൻ്റെ സമയത്ത് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ അത് തൊലിക്കാനും ഇതാക്കാനും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് പണ്ടേ ചെയ്തതാണ് കേട്ടോ. പണ്ട് മീൻസ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഭാര്യ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാനും പോകും. അങ്ങനെ നമ്മൾ രണ്ടാളും രാവിലെ പോകണം. അപ്പോൾ രാവിലെ ഒരു ബഹളമാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട്, ഇതുപോലെ ചുവന്നുള്ളി കറികളൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ കുറേ പേരുണ്ടാകുമ്പോൾ ഉപ്പ ബാക്കിയുള്ളവർ എല്ലാവരും മെമ്പേഴ്സ് കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് കറികളും എന്താ പറയുക കുറച്ച് കൂടുതൽ വേണ്ടി വരും. കൂടുതൽ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ച ഐറ്റംസ് കൂടുതൽ വേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കാര്യങ്ങളല്ലേ. കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാതെ കുറേ കറികളൊക്കെ കുറച്ചിട്ട്. പക്ഷെ ഉപ്പമാർ അങ്ങനത്തെവരൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസും കറികളൊക്കെ വേണ്ടി വരും. ഇപ്പോൾ അങ്ങനത്തെ ഫുഡിൽ നിന്ന് ഞാൻ ഒരുപാട് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു കറി ഒരു ഉപ്പേരി അതിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതാ പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഓരോരോ കാര്യങ്ങളും ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഒക്കെ നമ്മൾ രാത്രിയിൽ റെഡിയാക്കിയിട്ട് വെക്കും. അപ്പോൾ അവിടുന്നേ ഇങ്ങോട്ടേക്കുള്ള ശീലമാണ് ഇങ്ങനെ ഒരു ചെറിയ മാറ്റം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോഴും അതുതന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഇഡ്ഡലിയും നല്ല സാമ്പാറും കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കാണാം എത്ര പെട്ടെന്നാണ് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതെന്ന്. ഇനിയിപ്പോൾ ഒന്നുമില്ല, എനിക്ക് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ വേഗം ഇന്നെനിക്ക് പണിയുള്ളത് താഴെ ഒന്ന് അടിച്ച് വാരിയിട്ട് തുടക്കണം. താഴെ മൊത്തം ഒന്ന് മൊത്തം അടിച്ച് വാരണം, മേലും താഴെയും. എന്നിട്ട് താഴെ തുടക്കുകയും കൂടെ ചെയ്യണം. വേഗം അതും കൂടെ ചെയ്തിട്ട് ഞാൻ കുളിയും കഴിഞ്ഞിട്ട് കയറുകയാണ് കേട്ടോ ചെയ്യാം. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ ഇറങ്ങി വരിക ഏകദേശം 2 മണിയോട് 1:30-2 മണിയൊക്കെ ആവാനാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങളും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് യൂസ്ഫുള്ളാണ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഈ വീഡിയോൻ്റെയും കൂടെ ചേർത്തിട്ട് ഇന്നും നാളേക്കായിട്ട് തരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോയും 2 വീഡിയോയും ഫോളോ ചെയ്യാൻ മറന്നു വേണ്ട. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.